നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവന്റെ കൂടെ നടന്ന വീണ്ടും വീണ്ടും അവൻ ഇങ്ങനെയുള്ള പല കുഴികളിൽ ചെന്ന് ചാടുന്ന ഞാൻ കണ്ടോണ്ടിരിക്കേണ്ടി വരും. എനിക്കതിനൊന്നും വയ്യ. അതുകൊണ്ടാണ് ഞാൻ അവനായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നത്. ഒന്ന് പോടാ അവിടുന്ന്. എന്തൊക്കെ കാണിച്ചാലും അവൻ വന്നൊരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ തമ്മിലുള്ളൂ എന്ന് എനിക്കറിയാം. ആ, അതൊക്കെ പണ്ടത്തെ കാര്യമാണ്. ഇത്തവണ ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല. ഇനി അവൻ സഞ്ജുവിനെ പിന്തുണച്ചാലേ ഞാനും അവനും തമ്മിലുള്ള ബന്ധം ഇതോടെ അവസാനിക്കും. എടാ, നീ കാര്യമായിട്ടാണോ ഈ പറഞ്ഞേ? അതെ. എടാ മോനെ, ഇവൻ പറഞ്ഞത് നീ കേട്ടല്ലോ? കേട്ടു. ഞങ്ങള് തമ്മില് പല തവണ വഴക്കൂടിയിട്ടുണ്ട്. ഇവൻ എന്നോട് ഒരിക്കലും മിണ്ടില്ലെന്ന് ഒരു 100 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അവൻ പറഞ്ഞത് കാര്യമായിട്ടാ. അത് ഇന്നലെ അവൻ സംസാരിച്ച രീതി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. കണ്ടാ പാവം പോലെ ഇരിക്കുന്നേ ഉള്ളൂ. അമ്മയുടെ മോന് ഭയങ്കര വാശിയാ. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, സഞ്ജയോട് ഇത്തവണ ക്ഷമിച്ച ഇവൻ പിന്നെ എന്റെ മുഖത്ത് പോലും നോക്കില്ല എന്ന്. എനിക്ക് ഗോപാൽജിയോട് വല്ലാത്ത കടപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജയെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് കരുതി സഞ്ജയോ ഇവനെയോ തിരഞ്ഞെടുക്കാൻ പറഞ്ഞ ഞാൻ ഇവനെയല്ലേ തിരഞ്ഞെടുക്കൂ. ഇടാ, നിന്നെക്കാൾ വലുതാണ് എനിക്ക് ഗോപാൽജിയോടുള്ള നന്ദി എന്ന് നീ കരുതിയോ? ഇന്നലെ നിന്റെ ഡയലോഗ് കേട്ടപ്പോ തന്നെ സഞ്ജുവുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് ഗോപിക മേഡത്തോട് നേരിട്ട് പറയുന്നതല്ലേ അതിന്റെ മര്യാദ. അതുകൊണ്ട് ആ ചടങ്ങ് അങ്ങ് തീർത്തു. നിന്റെ പിണക്കം എപ്പോഴും മാറിയില്ലേ? ഇതാ എനിക്ക് ഇവനെ ഇഷ്ടമല്ലാത്തത്. ഒന്ന് പറഞ്ഞു രണ്ടാമത്തേനും സെന്റിയാവും. എന്തുവാടാ ഇത്? കറിയാതടാ. ഇനി ഗോപാൽജി വിളിച്ച് സഞ്ജുവിനോട് ക്ഷമിക്കാൻ പറഞ്ഞാ നീ സമ്മതിക്കോ? സാക്ഷാൽ ദൈവം തമ്പുരാമെന്ന് പറഞ്ഞാലും ഞാൻ അവനോട് ക്ഷമിക്കില്ല. അല്ല, ഞാൻ പണ്ടിങ്ങനെ നിന്നോട് ഡയലോഗ് അടിച്ചിരുന്നെങ്കിലേ നീ സഞ്ജയനോട്ട് പോകുമായിരുന്നോ? ഉറപ്പല്ലേ? ഇതറിയായിരുന്നെങ്കിലേ ഞാൻ പണ്ടേ ഇത് ഉപയോഗിച്ചേനെ. സാരമില്ല മോനെ, കുറച്ച് വൈകിട്ടാണെങ്കിലും നീ എടുത്ത തീരുമാനം നല്ലതാ. നീ നല്ലൊരു കുടുംബജീവിതം തുടങ്ങാനാണ് പോകുന്നത്. അപ്പോ സഞ്ജയ് പോലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇതുവരെ നീ ശബരിമലയ്ക്ക് പോയതുപോലെയല്ല ഇത്തവണത്തെ പോക്ക്. അവിടുന്ന് നീ തിരിച്ചു വരുമ്പോ നീ ഒരു പുതിയ മനുഷ്യനായിരിക്കണം. ശരിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനും ഉത്തരവാദിത്വമുള്ള ഒരു ഭർത്താവുമായിരിക്കണം. സമ്മതിച്ചു. സഞ്ജു, ഗുളിക കഴിക്കേ.
കഴിക്കേ. ഞാനിപ്പോ വരാം. ഞാൻ ആരാന്ന് നോക്കട്ടെ. സ്വപ്ന എന്താ ഇവിടെ? അതെന്താ എനിക്കിവിടെ വന്നൂടെ? അങ്ങനെയല്ല. സ്വപ്നെ, ഇതെന്താ സഞ്ജുവേട്ടാ? ഒരു മനുഷ്യത്വം ഇല്ലാതെയാണല്ലോ അവർ സഞ്ജുവേട്ടനോട് പെരുമാറിയത്. അവനിട്ട് പെരുമാറിയതേ നിന്റെ ഏടത്തിയമ്മയാ. ഞാൻ അവളെ ആ സ്ഥാനത്ത് ഒരിക്കലും കണ്ടിട്ടില്ല. സഞ്ജുവേട്ടനെ ഉപദ്രവിച്ച മഞ്ജു എന്തായാലും അനുഭവിക്കും. മഞ്ജുവിനെ തല്ലാൻ കാരണേ ഇവൻ ഗിരിയെ കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ടാ. അതിന് നിന്റെ സ്വന്തം ചേട്ടനെ കൊല്ലാൻ നോക്കിയ ആളോട് നിനക്ക് എങ്ങനെയാ ക്ഷമിക്കാൻ കഴിയുന്നേ? ഓർമ്മ വെച്ച നാള് മുതല് എന്റെ വഴിക്ക് തടസ്സമായിട്ട് മാത്രമേ ഞാൻ ഗിരിയേട്ടനെ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും സഞ്ജുവേട്ടനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഗിരിയേട്ടനെ എതിർക്കുക ചെയ്തത്. അങ്ങനെയുള്ളൊരു ചേട്ടനോട് ഞാൻ എന്തിനാ കൂറ് കാണിക്കുന്നത്? എനിക്ക് ഗിരിയേട്ടനേക്കാൾ വിശ്വാസം സഞ്ജുവേട്ടനെയാ. കാമുകന് വേണ്ടി സ്വന്തം ചേട്ടനെ ചതിക്കുന്ന ഇവളൊക്കെ എങ്ങനെ വിശ്വസിക്കും? എനിക്കും ഉണ്ടല്ലോ ഒരു പെങ്ങള്. അവൾ എന്നെ ചതിച്ചിട്ട് ഗിരിയുടെ ഭാഗത്തല്ലേ നിൽക്കുന്നത്. അപ്പൊ ഇവളെ എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയും? സ്വപ്നയെ കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾ രണ്ടുപേർക്കും ഇല്ല. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ രണ്ടുപേരും ഈ കുടുംബത്തെ ചതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാതെ ഒന്ന് പോയി തരാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. എനിക്ക് വേണ്ടി നീ നിന്റെ കുടുംബത്തെ പോലും എതിർക്കാൻ തയ്യാറായല്ലോ. ഇപ്പോഴാ സ്നേഹത്തിന്റെ ആഴം ഞാൻ മനസ്സിലാക്കുന്നത്. സഞ്ജുവിന് വേണ്ടി എന്റെ കുടുംബത്തെ എന്നല്ല, ഈ ലോകത്തെ മുഴുവൻ എതിർക്കാൻ ഞാൻ തയ്യാറാ. ഇത്രയും വലിയൊരു മണ്ടി ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഈ വീടും കാശും പദവിയും ഒക്കെ കിട്ടാൻ വേണ്ടി എന്തൊക്കെ നുണകൾ പറയേണ്ടി വരുന്നുണ്ട് എന്റെ ഭഗവാനെ. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഇവന്റെ ശരിക്കുള്ള വില എന്താണെന്ന് ഞാൻ ഇവനെ ധരിപ്പിക്കുന്നുണ്ട്.